വേനൽ മഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി വട്ടവടിയിലെ കർഷകർ. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു. വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുന്നോട്ടു പോകുന്നത്. കത്തുന്ന വേനലിന് ആശ്വാസം പകർന്ന് വേനൽ മഴ ലഭിച്ചത് വട്ടവടിയിലെ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നു. ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട. കഴിഞ്ഞ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത കൃഷി ആരംഭിക്കാൻ മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു വട്ടവടിയിലെ കർഷകർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽമഴ വട്ടവടിയുടെ കാർഷിക മേഖലയ്ക്കാകെ ഉണർവ് നൽകി കഴിഞ്ഞു. വേനൽമഴ ലഭിച്ചതോടെ കർഷകർ കാർഷിക ജോലികൾ സജീവമാക്കി. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു. വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ടു പോകുന്നത്. ആദ്യം വെയിലായിരുന്നു, ഇപ്പം മഴ പെയ്ഞ്ഞിട്ടുള്ളൂ. മഴ പെയ്ഞ്ഞിട്ട് വട്ടവടയിൽ വെച്ച് ഇവിടെ ഇനി കൃഷി ഇടണം. വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ടിട്ട് ഉളവടിക്കണം. മാടിനെ കാളയിൽ വെച്ച് ഉളവടിക്കുക. ഉളവടിച്ചിട്ട് അടുത്ത മാസം നമ്മൾ നടുവാൻ പോവാം. നട്ട് കളഞ്ഞിട്ട് 3 മാസം ക്രമിച്ച് പറിക്കണം. പറിച്ചിട്ട് പിന്നെ തിരിച്ച് വേറെ ഉളവടിക്കണം. ഇതുപോലെ ഉളവടിച്ച് പിന്നെ വേറെ കാരറ്റോ ക്യാബേജോ എന്തെങ്കിലും ഇടും. വേനൽ കനക്കുന്നത് വട്ടവടിയിലെ കർഷകരിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് വേനൽക്കാലത്തെ കാർഷിക ജോലികൾക്ക് തടസ്സമാണ്. ഇക്കാരണം കൊണ്ട് തന്നെ വിളവെടുപ്പിന് ശേഷം അടുത്ത കൃഷിയിറക്കാൻ കർഷകർ വേനൽമഴയ്ക്കായി കാത്തിരിക്കും. ഈ കാത്തിരിപ്പിന് വിരാമം ഇട്ടാണിപ്പോൾ വേനൽമഴ ലഭിച്ചിട്ടുള്ളതും കാർഷിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും. ഇപ്പോൾ കൃഷിയിറക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഒട്ടുമിക്കതും 3-4 മാസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പാകമാകും. വേനൽമഴ ലഭിച്ചാലുടൻ പരമ്പരാഗത രീതിയിൽ ഉഴവുമാടുകളെ ഉപയോഗിച്ച് മണ്ണിളക്കി കൃഷി ജോലികൾ ആരംഭിക്കുന്ന കാഴ്ച വട്ടവടിയുടെ തനത് കാഴ്ചകളിൽ ഒന്നുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.